ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രീ ക്ലാസ് സെക്ഷൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇതിലാണ് നമ്മുടെ റൂൾസും കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ ഡിസ്കസ് ചെയ്യണത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ഡീറ്റെയിൽസും പറയുന്നതാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ആകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പഠിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വെറുതെ നോർമലായിട്ട് 3 ക്ലാസ് അങ്ങനെ കൊടുക്കുന്നതല്ല, കംപ്ലീറ്റ് നമ്മൾ കോഴ്സായിട്ട് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ബ്രഷ് പെന്നുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എല്ലാ ടൈപ്പ് ബ്രഷ് പെൻ ബ്രാൻഡുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ, പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഇത്ര മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിത് പഠിക്കേണ്ടത് എന്താണ് സംഭവം, ഇതെന്താണ് ഇങ്ങനെ വരണത് അല്ലേ, അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രോക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പോർഷൻ തിക്കായിട്ടാണുള്ളത് അല്ലേ. ഇപ്പുറത്തെ ഭാഗം നോക്കുവാണെങ്കിൽ തിന്നുമാണ്. ഒരു പോർഷൻ തിക്കുമാണ്, ഒരു പോർഷൻ തിന്നുമാണ്. അപ്പോൾ ഇതെങ്ങനെ വരും അല്ലേ? ഇതെങ്ങനെയാണ് ഒരു പോർഷൻ തിന്നും ഒരു പോർഷൻ തിക്കുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണത്? അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാലിഗ്രാഫിയുള്ള ഏത് ലെറ്റേഴ്സും ഏത് ചാപ്റ്ററും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതണേ വെച്ചാൽ, നമ്മൾ ഏത് സ്ട്രോക്കും മേലോട്ടേക്കാണ് മൂവ്മെൻറ്റ് വരണതെങ്കിൽ, അതായത് അപ്വേർഡാണ് മൂവ്മെൻറ്റ് വരണമെങ്കിൽ നമ്മുടെ ബ്രഷ് എന്ത് ചെയ്യുക, സോഫ്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക. അതായത് പ്രഷർ കൊടുക്കരുത്, അമർത്തി എഴുതരുത് കേട്ടോ. ഇവിടെ നമുക്ക് പ്രഷറിൻ്റെ ആവശ്യമില്ല. പ്രഷർ എന്ന് പറയുമ്പോൾ അമർത്തി എഴുതണത്. നമ്മൾ വളരെ സോഫ്റ്റായിട്ട് എഴുതി നോക്കിയാൽ നിങ്ങൾ. അതെ, നമ്മൾ വളരെ സോഫ്റ്റായിട്ടൊന്ന് എഴുതുമ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള സ്ട്രോക്കുകൾ കിട്ടും. സെയിം ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തിന്നിനും തിക്കിനും. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ താഴോട്ടേക്ക് അമർത്തി എഴുതി കൊടുക്കുക. നന്നായിട്ട് അമർത്തി എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തിക്കായിട്ടുള്ള സ്ട്രോക്ക് കിട്ടും. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തു, നമ്മൾ അമർത്തി എഴുതി കൊടുത്തു അല്ലേ. അപ്പോൾ എന്തായി? നമുക്ക് തിക്കായിട്ടുള്ളൊരു സ്ട്രോക്ക് കിട്ടി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, നമുക്കിവിടെ റിസൾട്ട് കിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി റിസൾട്ടിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും കംപ്ലീറ്റ് പ്രാക്ടീസിനെ ഒന്നും കൂടെ പറയാം. കംപ്ലീറ്റ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ പ്രാക്ടീസിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടീസിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് സ്ട്രോക്ക് ഓരോന്നും ഓരോ പേജ് ഫുള്ളായിട്ട് എഴുതുക. ഇവിടെ നിങ്ങൾ ബ്രഷ് പെന്ന് ഹോൾഡ് ചെയ്യണം. നോക്കിയേ, നമ്മൾ നോർമൽ ഹോൾഡ് ചെയ്യണ പോലെ ഹോൾഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ട് ചെരിച്ചിട്ട് വേണം നമ്മുടെ ബ്രഷ് പെന്ന് ഹോൾഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ കാണിക്കണ പോലെ ഒരിക്കലും ചെയ്യരുത്, അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രോക്ക് കിട്ടില്ല. ഈ ഒരു മെത്തേഡിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടോ, ഇപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള സ്ട്രോക്ക് കിട്ടി. തിക്ക്. ഇപ്പം ഞാൻ എഴുതിയ സ്ട്രോക്ക് നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബേസിക് സ്ട്രോക്കിൽ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു പേജ് മുഴുവനായിട്ട് ബേസിക് സ്ട്രോക്ക് ഈ നമ്മൾ എഴുതിയിട്ടുള്ള 2 സ്ട്രോക്ക് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഞാൻ എഴുതണത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ബ്രഷ് പെൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും ഈ ഒരു ഇതിലേക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്തൊക്കെ നമ്മുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ കൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യിക്കുക. നമുക്ക് അവർക്ക് കൂടെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പോൾ എന്തായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്ന് ഹോംവർക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് മേലോട്ടേക്ക് പോകുമ്പം തിന്നായിട്ടും താഴോട്ടേക്ക് വരുമ്പം തിക്കായിട്ടുമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.